സന്ധ്യ എല്ലാം കെട്ടിപ്പൂട്ടി അങ്ങ് കിടന്നോ? എന്തോ ഇത് ചുമ്മാ കിടന്ന് ബഹളമൊക്കെയല്ലടാ. തുറക്കാൻ പറ്റും. എന്റെ പെൻഷൻ കൊണ്ടിരുന്നേ അങ്ങോട്ട് മാറ്റി എന്റെ കെട്ടികളെ അമ്മേ എത്തി. ആ പാട്ട് നിർത്തലടാ. കേക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കൊച്ചടാ, നമുക്ക് 4 ചോടം വെച്ചാലോ? ഈ ഫ്ലാറ്റിലെവിടെ നമ്മറുതാ വെള്ളമടിച്ചൊരു വക്കീല് പോയി ലിഫ്റ്റ് കിട്ടണ്ടോ? കൊച്ചേട്ടനെ അറിയുമേ പോട്ടോക്കെ. ഞാൻ ചന്ദ്രൻ നോക്കിയത്. ഈടാ ചന്ദ്രനൊക്കെ ഇപ്പൊ ചുരിദാറിട്ട് തുടങ്ങി. ഇപ്രാവശ്യത്തെ കുമ്പരിക്കെങ്കിലും നാട്ടിലേക്ക് വരുമോ? ഓ, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല. മുത്തിന് കല്യാണം എനിക്കായി. ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. ആ ചേച്ചി നിങ്ങളെ കാശിന് വേണ്ടി മാത്രമല്ലേ വിളിക്കുള്ളൂ. പോടാ. 10-15 വർഷം ഗൾഫിൽ കിടന്ന് മടച്ചല്ലോ. എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട. വേണം. എന്നിട്ട് കൊച്ചേട്ടൻ മാത്രം ഇങ്ങനെ നിത്യ ബ്രഹ്മശ്രീ ആയിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. എന്തൊരു പ്രാക്കാടത്. പ്രാക്കല്ല, ദണ്ണുണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പച്ചി ചിറ്റപ്പനും ജീവിച്ചിരുന്നെങ്കിൽ ഈ നിപ്പ് നിൽക്കോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ കിട്ടുന്ന സൈക്കിള് ഷഷ്ടിപൂർത്തി കിട്ടിയിരുന്നിനാ തള്ളിക്കൊണ്ട് നടക്കാനോ? അല്ല പിന്നെ കോപ്പിലിടപാട്. ഇതൊരു കാച്ചിലും വെട്ടിയുമ്പോ കാന്താരിയും കുട്ടി അങ്ങ് അടിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ. ഇപ്പൊ വിട്ട നൂത്തങ്ങ് പോവാം. സൂക്ഷിച്ചൊക്കെ പോടാ. ഓ എന്റെ ജാനകി, ഇന്നലെ തുടങ്ങിയതല്ലേ, വൈകിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും തീരുമോ നിന്റെ ഈ ഡെക്കറേഷൻ? ഇതേ ഞാൻ ഏറ്റെടുത്ത പണിയാ, അത് നല്ല ഭംഗിയായിട്ട് ഞാൻ തീർത്തിരിക്കും. നോ ഇപ്പോഴല്ല, വൈകിട്ട് എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ കാര്യം ഒരു കേക്ക് നിലയിൽ എനിക്ക് എല്ലാ കാര്യം പോയി എനിക്കറിയാം. എല്ലാത്തിനകത്തും കയറി തലയിട, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും, ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോയിട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ തന്നേ. എന്റെ ഫോണിന് വലിയ ഒന്നുമില്ല ഏട്ടാ. എറിയാനല്ല. അല്ലേ? കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികള്. അമ്മ മരപ്പെട്ടിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ, അവിടെ ഇരുന്ന് പെറ്റ് പെരുക്കും. ഒറ്റയ്ക്കോ? ഇപ്പൊറ്റയ്ക്ക്. പിന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക്കുക, പിന്നെ എന്നെ കുറ്റം പറയാം. പെറ്റ് വരുന്ന ചേട്ടനെ ഇപ്പൊ ആർക്കും. നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ടൊന്നും. അല്ല, ഞാൻ പറഞ്ഞു ബാൽക്കണിയിലുണ്ട്. ശരി പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ കിടിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. എന്നാലും ഇത് ഞാനാണോ അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്നാരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തോട്ടാ? നീ മൈപ്പിയിൽ കൊണ്ടല്ലേടാ തലോടി. ശരി, നീ വയലടച്ച അവിടെ വിടാനില്ല.
അയ്യോ എന്റെ ഫ്രൂട്ട് സാലഡ്. എന്റെ പാത്രങ്ങൾ. അരുത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്. വീട്ടിലിടാൻ തന്നെ ഞാൻ. ഇതെന്താണ്? ഇറങ്ങി വേണം മരപ്പട്ടി, കൊല്ലൂടും ഞാൻ. വേണ്ട, കളിക്കരുത്. ഇത് കേക്ക്. ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണുന്നേ. ഹാപ്പി ബർത്ത്ഡേ. എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. നശിപ്പിച്ചല്ല. എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ. ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ, നിങ്ങൾ പൊളിച്ച്. ഇതൊക്കെ എത്ര അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സി റിസ്ക് എടുത്തതിന്റെ സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5 8 10 തവണയ്ക്കായിട്ട്. ബട്ട് അസോസിയേഷനെ കംപ്ലൈന്റ് ചെയ്യരുത്. ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. പറഞ്ഞിട്ടില്ലേ, ഒറ്റയ്ക്ക് സമ്മതിച്ചു.